നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. സത്യപ്രതിജ്ഞ ചെയ്ത് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സൂപ്പർ സ്റ്റാർ. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ ഇംഗ്ലീഷിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. തൃശൂരിൽ വമ്പൻ വിജയമാണ് സുരേഷ് ഗോപിയെ മന്ത്രിപദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് യോഗം. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത് ഷായും തുടരും എന്നാണ് സൂചന. മൂന്നാം മോദി സർക്കാരിന് തുടക്കമിട്ട നരേന്ദ്രമോദി അടക്കമുള്ള 72 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ആദ്യ കേന്ദ്രമന്ത്രി സഭായോഗം ചേരുന്നത്. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. ചില സുപ്രധാന തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ ഉണ്ടായേക്കും എന്നാണ് സൂചന. SFI, MSF, KSU, കാലിക്കറ്റ് സർവകലാശാലയുടെ വിധിയെന്ത്? കനത്ത സുരക്ഷയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മണി മുതലാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം വോട്ടെണ്ണൽ നടക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് MSFന്റെ UUCമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. SFIയും MSFും KSU മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. ജമ്മു ഭീകരാക്രമണം, കൊല്ലപ്പെട്ട തീർത്ഥാടകർ UP സ്വദേശികൾ, ഡ്രൈവർ അടക്കം 4 പേർ മരിച്ചത് വെടിയേറ്റ്. ജമ്മു കാശ്മീരിലെ റീസിയിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തീർത്ഥാടകർ UP സ്വദേശികളെന്ന് പോലീസ്. ഇവരെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ടില്ല. വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട 4 പേർ മരിച്ചത് വെടിയേറ്റാണ്. ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നതായി സുരക്ഷാസേന അറിയിച്ചു. മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ സമയത്ത് നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വിവരങ്ങൾ തേടിയതായും കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയതായും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചു. തീരപ്രദേശത്ത് ഇനി വറുതിയുടെ കാലം. അർദ്ധരാത്രി മുതൽ 52 ദിവസം സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. സംസ്ഥാനത്തെ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി 12 മണി വരെ 52 ദിവസമാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. തീരപ്രദേശത്ത് വറുതിയുടെ കാലമായി മാറുന്ന 52 ദിവസങ്ങളായിരിക്കും ഇനിയുള്ളത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൌജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരം അലങ്കോലമാക്കിയ കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി വേണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെതിരെ നടപടി വേണം എന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ കൊച്ചി ദേവസ്വം ബോർഡ് അടക്കം എതിർകക്ഷികളുടെ വിശദീകരണം തേടിയിട്ടുണ്ട്. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ, തൃശൂർ സ്വദേശി P. സുധാകരൻ എന്നിവർ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. വെള്ളം കയറി മത്സ്യങ്ങൾ ഒഴുകിപ്പോയി. നഷ്ടമായത് 500 കിലോ കരിമീൻ ഉൾപ്പെടെ. കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം.
വെള്ളം കയറി വളർത്തു മത്സ്യങ്ങൾ ഒഴുകിപ്പോയതോടെ കർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം. മുതുകുളം വടക്ക് ഭവാനിയിൽ KG രാംമോഹനാണ് 5.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായത്. 40 സെന്റോളം വരുന്ന അടുത്തടുത്ത 2 കുളങ്ങളിലായി കരിമീൻ, കരട്ടി, തിലോപ്പിയ എന്നിവയാണ് വളർത്തിയത്. വിൽപ്പനയ്ക്ക് വളർച്ചയെത്തിയ ഏകദേശം 500 കിലോ കരിമീൻ, 900 കിലോ കരട്ടി, 250 കിലോ തിലോപ്പിയയുമാണ് കുളങ്ങളിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ വീണ്ടും CITU സമരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല ധർണ ഇന്ന് ആരംഭിക്കും. ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല ധർണ ഇന്ന് ആരംഭിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം നിർബന്ധമാക്കിയ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, ടെസ്റ്റിനുള്ള വാഹനങ്ങളുടെ കാലാവധി 22 വർഷമാക്കുക, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കുള്ള ടെസ്റ്റ് സ്ലോട്ട് 60 ആക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. അടുത്ത 4 ദിവസങ്ങളിൽ കൂടി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.